ചേട്ടാ എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കും. യൂട്യൂബ് ചാനലുണ്ട് ചേട്ടാ, സബ്സ്ക്രൈബ് ചെയ്യണേ. വേറെ എവിടെ പോകുന്നു എങ്ങനെ പറയാ? എന്തൊരു എന്നല്ല പറയലില്ലേ? എന്തൊരു എന്നല്ല പറയലില്ലേ? നമ്മളെ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറിയതിൻ്റെ സന്തോഷത്തിലാണ്. വന്ദേ ഭാരത് ഫുൾ AC ആണ്, നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട്. നമുക്കങ്ങനെ സമയം പോകുന്നതൊന്നും അറിഞ്ഞില്ല. പിന്നെ ഫുഡ് കിട്ടിയതിൽ ഞാൻ ഇങ്ങനെ പൊതുവേ പറയലുണ്ട്, പാക്കറ്റ് ഫുഡ്, ചോക്ലേറ്റ്, അത് ഇതൊന്നും ഞാൻ കഴിക്കലില്ല. പിന്നെ ഇതൊക്കെ ഈ മുട്ട, എഗ് ഓംലെറ്റ് പോലത്തെ ഇത് കഴിച്ചിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതിൽ ഇവരെ കേസരി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ സീറ എന്നെല്ലാം പറയൂലേ, ഇതിൽ പശു നെയ്യൊക്കെ ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരം ഉണ്ട്, എന്നിരുന്നാലും ഞാൻ ഈ മറ്റുള്ള രീതികളിൽ പുറത്തുനിന്ന് വരുന്നതൊന്നും കഴിക്കലില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ മസാല ചായ, നമുക്ക് ചൂടുവെള്ളം കിട്ടീന്, അതിൽ മസാല ചായൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് കുടിച്ചു. നല്ല ചൂടോടുകൂടെ ഊതി കുടിച്ചു. അപ്പം AC-ൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് ചൂടോടുകൂടെ കുടിക്കുമ്പം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ്, പിന്നെ ചോറും വെജ് നോൺ വെജെല്ലാം ഉണ്ടായിന്, അത് നല്ല രുചിയുണ്ടായിരുന്നു. വന്ദേ ഭാരതിലൊരു ഗുണമെന്ന് വെച്ചാൽ എനിക്ക് അനുഭവപ്പെട്ടത് കണ്ടില്ല, ഐസ്ക്രീം, നമുക്ക് മടുപ്പില്ല, നമുക്കെല്ലാം ഒരു ഫ്രഷ് എന്നുള്ള ഫീലിംഗ് ആണ് ആ പാക്കറ്റ് ഫുഡ് ഒഴികെ. അതായത് നമ്മളെ പുറത്തുനിന്ന് വരുന്ന പാക്കറ്റ് ഐറ്റംസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പ്രകൃതി ഭംഗിയിൽ ഇങ്ങനെ കണ്ടിരുന്ന് നമ്മൾ ഒന്നിച്ചുണ്ടായതുകൊണ്ട് എന്തായി, ബോറടിക്കുമല്ലോ, കഥകൾ പറഞ്ഞും പിന്നെ കുറച്ച് വീഡിയോസ് നോക്കിയും പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തും അങ്ങനെ നീങ്ങി. പിന്നെ എത്ര പെട്ടെന്ന് തിരുവനന്തപുരം എത്തിയെന്നറിയോ? കണ്ണൂരിൽ നിന്നാണേ കയറിയത്, പയ്യന്നൂരിൽ നിന്നില്ല. അപ്പം തിരുവനന്തപുരം സെൻട്രലിൽ എത്തി. തിരുവനന്തപുരത്ത് മുന്നേ വന്നിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. അച്ഛൻ രാഷ്ട്രീയത്തിലെല്ലാം കുറച്ചുണ്ടായ സമയത്ത് തിരുവനന്തപുരം വന്നിട്ടുണ്ട് ഇടയ്ക്ക്. പിന്നെ ഈ വലുതായപ്പോൾ ഇപ്പോഴാണ് വരുന്നത്, അതും ഹസ്ബൻഡിൻ്റെ കൂടെ. ഒറ്റയ്ക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേങ്കിൽ എൻ്റെ സർജറീൻ്റെ ആവശ്യവുമായിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ യൂറോപ്പിൽ പോകുന്നതിന് മുന്നേ അതൊന്ന് ചെയ്യണമെന്നുണ്ടായിന്. ശ്രീ പത്മനാഭസ്വാമി അമ്പലത്തിൽ ഒന്ന് പോവണം, ഒന്ന് തൊഴണം, അതായിരുന്നു പ്രാർത്ഥന ഉണ്ടായത്. അപ്പം ഞാൻ അതിനനുസരിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്ത്. ഞങ്ങൾ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്, നമുക്ക് പരിചയമുള്ള ഏജൻസിയാണ് ടിക്കറ്റ് എടുത്തു തന്നത്. അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പണ്ട് വന്നപ്പം എനിക്ക് ഇത്ര ഓർമ്മയില്ലായിരുന്നു ഇത്ര വലുതാണെന്ന്. ഇപ്പോൾ പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എന്തെന്ന് വെറൈറ്റി ആയിട്ട് എന്ത് കണ്ടാലും ഞാൻ വീഡിയോ എടുക്കലുണ്ട്. നാട്ടിൽ നിന്നായാലും പുറത്തുനിന്നായാലും ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിച്ചാണ് സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പം ഞങ്ങൾ ഓട്ടോന്നൊന്നും കയറാൻ നിന്നില്ല. അപ്പം ഓട്ടോറിക്ഷക്കാർ നമ്മളെ ബേക്കിൽ തന്നെ വരുന്നുണ്ടായിന്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ മനസ്സിലായി, മാപ്പ് ഇട്ടപ്പോൾ മനസ്സിലായി ഒരുപാട് നടക്കാനൊന്നുമില്ല, ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ റൂം വേണ്ടേ, അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പം റൂമൊക്കെ നോക്കി. പിന്നെയെന്ന് വെച്ചാൽ ഞാനൊരു തമിഴ്നാട്ടിലെല്ലാം എത്തിയൊരു വൈബ് എനിക്ക് വന്നത്. ഞാൻ ആന്ധ്രയിലും ബാംഗ്ലൂരൊക്കെ ലൈഫിൽ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് കേരളം അല്ലല്ലോ എന്നൊരു തോന്നൽ വന്നിനെ. ഈ തമിഴ് സംസാരിക്കുന്ന ആളെല്ലാം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഇത് കേരളത്തിൽ തന്നെ ആണോ ഈ തിരുവനന്തപുരം എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മളെ ആ ഒരു ഏടിയോ എത്തിയൊരു ഫീല്. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഭക്ഷണങ്ങളും ഇങ്ങനെ ഡ്രസ്സ്, ചെരുപ്പ് എന്തൊക്കെയോ ഉണ്ട്. ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അതെന്തെന്നാണെന്ന് അറിയാത്തതുകൊണ്ട് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. മനോഹരമായ കമ്മലുകൾ ഒന്നും ഞാൻ ഇടലില്ല. എനിക്ക് ഇങ്ങനത്തതെല്ലാം നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്. വാങ്ങലില്ല, ഞാനങ്ങനെ ഉപയോഗിക്കാറുമില്ല. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാനും നോക്കിയിരിക്കാനൊക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ വിട്ടു ഓരോ കാഴ്ചകളും കണ്ട് ഭംഗിയുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചാച്ച് ക്ഷേത്രം നമ്മൾ കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് റൂം നോക്കണം. നമുക്ക് താമസിക്കാൻ റൂം വേണ്ടേ? 2 ദിവസമാണ് പ്ലാൻ ചെയ്തേ. അങ്ങനെ നമുക്ക് സുരക്ഷിതമായ ഒരു താവളം തന്നെ വേണ്ടേ? നമ്മൾ ഏതോ നാട്ടിൽ പോയതല്ലേ. അതിൽ എനിക്കൊരു വലിയൊരു നിർബന്ധമുണ്ട്. നമുക്ക് നല്ല സേഫായ സ്ഥലം, സേഫായ ഭക്ഷണം, നല്ല ആളുകൾ, അങ്ങനെയൊക്കെ ഞാൻ ദൂരം നാടുകളിലെല്ലാം ഇനി ഒറ്റയ്ക്ക് പോകുമ്പോഴായാലും വേറെ ആരും കൂടെ ആയാലും ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അങ്ങനെ നമ്മൾ ഒരു AC റൂം തന്നെ എടുത്തു. പിന്നെ അവിടെ 2000 താഴെ എവിടെയും നിങ്ങൾക്ക് റൂം കിട്ടൂല. പിന്നെ നമ്മൾ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചൂരിദാറൊക്കെ ഇടുവാണെങ്കിൽ മുണ്ട് ധരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തോ, മുണ്ട് ധരിക്കണം. വീട്ടിൽ നിന്ന് വേണം കൊണ്ടുപോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങാനും കിട്ടും. 100 രൂപ മുതലുണ്ട്. അപ്പം ഞാൻ ഈ വയലറ്റ് ടൈപ്പ്, നീല ടൈപ്പ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ ഒരു കളറ് കിട്ടുമോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയ മുണ്ട് എടുത്തില്ല. അത് ഞാൻ പിറ്റേ ദിവസമാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഉടുത്തിട്ട് പോയത്. ഉടുത്തിട്ടല്ല, അതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഉടുക്കാം. വീട്ടിൽ റൂമിൽ നിന്നേ ഉടുത്തിട്ട് പോകണ്ട. അങ്ങനെ എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു മുണ്ട് കിട്ടി. 100 റുപ്യാന്ന് വില. പിന്നെ നമ്മളിത് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റൂല, കാരണം ഇതിന് കട്ടിയില്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ആർക്കും കൊടുക്കാൻ വെച്ചാൽ അവർ നമ്മളോട് ചോദിക്കും ഈ വില കുറഞ്ഞ സാധനം എന്തിനാണെന്ന്. അപ്പം നമുക്ക് കുറച്ച് നേരത്തെ കൊടുക്കാനല്ലേ വെച്ചിട്ടാണ് ഞാൻ അത് വാങ്ങിയത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ കൊണ്ടുപോകാൻ വിടില്ല കേട്ടോ. നമ്മൾ പുറത്ത് വെക്കണം, ക്ലോക്ക് റൂമിൽ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ വെക്കണം. പിന്നെ പുറത്താരം കൊണ്ടെങ്കിൽ കയ്യിൽ കൊടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് വിടൂല, ഫോൺ അങ്ങോട്ട് വിടൂല, ഓരോ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും വിടൂല. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വീഡിയോ, ഫോട്ടോ എടുക്കാം. അവർ നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും എല്ലാം എടുക്കാം. അപ്പം നമ്മളിങ്ങനെ ആരും എടുക്കുന്നുണ്ടോ നോക്കിയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ചകൾ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, അമ്പലം എന്ന് ഞാൻ പറയുന്നുണ്ട്, ക്ഷേത്രം എന്നും പറയുന്നുണ്ട്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ അനന്ത പത്മനാഭസ്വാമി, അതെങ്ങനെ ആ ഒരു രൂപം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണിൽ നിന്നും വെള്ളം വന്നുപോയി. ഭഗവാന്റെ ആ രൂപം കണ്ടിട്ടും അത് കാണാനുണ്ട ഒരു ഭാഗ്യത്തെ ഓർത്തിട്ടുമാണ് കണ്ണിൽ നിന്ന് വെള്ളം വന്നേ. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. 2 തവണ ഞങ്ങൾ കയറിന് കേട്ടാ. ഒരു തവണ കയറി, പിന്നെ വീണ്ടും ഞങ്ങൾ കയറി, കണ്ട് മതി വരാതുകൊണ്ട്. 3ാമത് ഞാൻ കയറിയിട്ടില്ല. പിന്നെ അതുപോലെ എന്താ പറയുക, അതിന് ശേഷം ഉണ്ടായ വല്ലാത്തൊരു ഫീലാണ്. ഭയങ്കര ഒരു പീസ്ഫുൾ, ഭയങ്കര സമാധാനം. പിന്നെ ഈ കാണുന്ന അമ്പലക്കുളത്തിൻ്റെ, ക്ഷേത്രക്കുളത്തിൻ്റെ പുറത്ത് രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡാണ് അതിൻ്റെ അടുത്തുള്ള കടകളിലെല്ലാം, റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുക. നല്ല സ്ഥലം നോക്കിയിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ല. കാരണം അന്യനാടാണ്, നമുക്ക് വയറ്റിന് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ തന്നെ കാണേണ്ടി വരും. ചേട്ടാ, എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കും. യൂട്യൂബ് ചാനലുണ്ട്, ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യണേ. വലിയ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ സീനറി ഒക്കെ ഉണ്ട്, നല്ല സീനറിയാ. ഈ കടലിന്റെ നടുക്കല്ലേ. അവിടുന്ന് ഓട്ടോയിൽ ഒരു ടൂറ് 5 മണിക്കൂർ 4 മണിക്കൂറായിട്ടാണ് ഓട്ടോയിൽ മാത്രമുള്ളൊരു കറക്കം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സ്ത്രീകൾ ശബരിമല എന്ന് പറയുന്നത് എന്താണത്? സോറി, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയില്ല, ഹസ്ബൻഡാണ് കയറിയത്. പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഭാഗ്യമാണ് നമുക്കിതെല്ലാം. ഒരു സ്ഥലത്ത് പോകാൻ നിശ്ചയിച്ചു, പക്ഷേ പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. പിന്നെ നമ്മളെ പരിചയപ്പെട്ട ഈ ഓട്ടോ ഡ്രൈവർ, ഈ ചേട്ടൻ നല്ല സ്വഭാവമാണ്, നല്ലോണം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായി, നമ്മളെ കെയർ ചെയ്തു. ഭയങ്കര ഒരു സന്തോഷം പുള്ളീനെ പരിചയപ്പെട്ടല്ലേ. പുള്ളി ഈ വീഡിയോ കാണുന്നേ വിചാരിക്കുന്നു. ഇനിയും ഞാൻ തിരുവനന്തപുരം എൻ്റെ ഫാമിലിനെ കൂട്ടിയിട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. എവിടെ പോകുന്നെന്ന് എങ്ങനെ പറയാ? നീ എവിടെ പോണ? എന്തൊരു എന്നല്ല പറയലില്ലേ? എന്തൊരു സ്റ്റാൻഡിട്ട് കളിയാണ്. ഇതിപ്പോ എന്റെ ഭാഷ സ്റ്റാർട്ടാണ്. ഇതിപ്പോ ഉമ്മരെല്ലാം സ്റ്റാൻഡിൽ കൊണ്ടിട്ട് കളിയാണ്. അമ്മമാരെ അവിടെ കൊണ്ടിട്ട് നമ്മളെ ഭാഷയെ അവമാനിച്ചു നമ്മൾ. ഇപ്പൊ അവിടെ നമ്മളിപ്പോ ചോറ് കഴിച്ചോന്ന് കേൾക്കുന്ന നീ വല്ലതും കഴിച്ചാ? ഇന്ന് ചോറ്
എല്ലാം ഡേ ചേർക്കും. അതേ ഉള്ള ഒരു വ്യത്യാസം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണം, നീ എവിടെ പോകണം എന്താ പറയുക, അത് ഒരു ഒഴുക്കാണ്. പിന്നെ സുരാജ് പറയണ ആ ഒരു ഭാഷ എന്ന് പറയുന്നത് അത് ഈ കളിക്കുള്ള പാറശാല ഒരു ലാംഗ്വേജാണ് അത്. ഒരുപാട് കാര്യങ്ങൾ ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ആ നാട്ടിലെത്തിയിട്ട് നമ്മൾക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലൊരു സ്വഭാവം, നല്ലൊരു മനുഷ്യത്വമുള്ള ഒരാളാണ്. പുള്ളീൻ്റെ നമ്പർ അടക്കം നമ്മൾ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മളിവിടെ പോയി, അവിടെ ഒരു ബീച്ചില്ലേ, കോവളം ബീച്ച് ഞാൻ മറന്നിട്ടാ, അവിടെ പോയിട്ടുണ്ടായിനി. പിന്നെ ഇതാ വേറെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് മറന്നു. ഞാൻ വേണമെങ്കിൽ ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ കമൻറ്റിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു അത്ഭുതമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭഗവാൻ ശിവൻ്റെ പല രൂപത്തിലുള്ള പ്രതിമകൾ, ദേവിയുമായിട്ടുള്ളതുണ്ട്, പിന്നെ ഒറ്റക്കുള്ളതുണ്ട്, പിന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ പുറത്തത്തെ ഈ പ്രതിമ ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കുമ്പം തിരിഞ്ഞിന് എത്രമാത്രം വലുതാണ് ഇതെന്ന്. ഇവിടുത്തെ പ്രസാദമായിട്ട് കിട്ടിയത് രുദ്രാക്ഷാണേ, അല്ലാണ്ട് ചന്ദനവും പൂവും കിട്ടിയിരുന്നു. ചന്ദനമൊന്നുമില്ല, രുദ്രാക്ഷമാണ് കിട്ടിയത്. 2 രുദ്രാക്ഷം ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ കിട്ടി. അതും മഹാഭാഗ്യമായി കാണുന്നു. അതാണ് ദൈവം നിശ്ചയിച്ചത്. എവിടെയൊക്കെ പോകണം, എങ്ങനെ പോകണം, എവിടെയെല്ലാം എത്തിച്ചേരും. അതാണ് നമ്മളൊരു ഭാഗ്യം എന്ന് പറയുന്നത്.